12 MLA-മാർ മാത്രമല്ല കേട്ടോ, പാലക്കാട് ജില്ലയിൽ നിന്നും മറ്റൊരാൾ കൂടി MLA ആയിട്ടുണ്ട്. സന്ദീപ് വാര്യർ. കാസർകോട്ടെ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ നിന്നും സന്ദീപ് വാര്യർ നേടിയ മിന്നും വിജയത്തിന്റെ ആഹ്ലാദത്തിലാണ് അദ്ദേഹത്തിന്റെ സ്വന്തം നാടായ തച്ചനാട്ടുകരയിലെ UDF പ്രവർത്തകരും നേതാക്കളും. സന്തോഷം പങ്കുവച്ച് അവർ മധുര വിതരണം നടത്തി. കൃത്യമായ കണക്കുകൂട്ടലോടെ തന്നെയാണ് നേതൃത്വം അദ്ദേഹത്തെ തൃക്കരിപ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കിയതെന്നും അതുകൊണ്ട് തന്നെ വിജയം പ്രതീക്ഷിച്ചിരുന്നതായും തച്ചനാട്ടുകരയിലെ UDF നേതാക്കൾ പറഞ്ഞു. പാലക്കാട്ട് നിന്നെത്തി 60 വർഷത്തെ ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ് സന്ദീപ് വാര്യർ തകർത്തത്. തൃക്കരിപ്പൂരിലെ UDF നേതൃത്വത്തിന്റെ അത്രയും തന്നെ സന്തോഷത്തിലും ആവേശത്തിലുമാണ് സന്ദീപ് വാര്യരുടെ സ്വന്തം നാടായ തച്ചനാട്ടുകരയിലെ UDF-കാർ. സന്തോഷം പങ്കുവച്ച് അവർ മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു. കൃത്യമായ കണക്കുകൂട്ടലോടെ തന്നെയാണ് നേതൃത്വം അദ്ദേഹത്തെ തൃക്കരിപ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കിയത്. വിജയം ഉറപ്പായും പ്രതീക്ഷിച്ചിരുന്നതായി ചെത്തല്ലൂരിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് വി രാമൻകുട്ടി ഗുപ്തൻ മലബാർ ന്യൂസിനോട് പറഞ്ഞു. അദ്ദേഹത്തിന് ഈ പ്രദേശത്തല്ല അയാൾ നിൽക്കാൻ സാധിച്ചതെങ്കിലും ഈ തൃക്കരിപ്പൂർ പ്രദേശത്താണ് പോയി നിന്നതെങ്കിലും ആദ്യം ആൾക്കാർക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇയാളെ കൊണ്ടുപോയി അവിടെ ഒതുക്കാൻ വേണ്ടി കൊണ്ടുപോയതാണെന്ന്. പക്ഷേ ആൾക്കാരും അതേമാതിരി നമ്മുടെ UDF-ൻ്റെ ആൾക്കാരും മുഴുവൻ ജനങ്ങൾക്ക് ബോധ്യം വരുത്തി ഈ സന്ദീപ് വാര്യർ ഒരു പ്രവർത്തകനാണെന്നും ജനകീയനാണെന്നും ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുന്നുള്ള വിശ്വാസത്തിൻ്റെ മുകളിൽ അയാളെ എണ്ണിയ തീരാത്ത വോട്ടിനെ വിജയിപ്പിച്ചു. ഇതിൽ തച്ചനാട്ടുകര പഞ്ചായത്തിലെ UDF കമ്മിറ്റി, പഞ്ചായത്ത് എന്ന് വെക്കേണ്ട നമ്മുടെ ഈ പ്രദേശത്തെ കംപ്ലീറ്റ് UDF കമ്മിറ്റിക്കും വളരെ ആത്മാഭിമാനമുണ്ട്. BJP വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർക്ക് 1 വർഷം കൊണ്ട് തന്നെ UDF-ന്റെ ശബ്ദമായി മാറാൻ കഴിഞ്ഞു. MLA-ആയി വിജയിച്ചതിൽ തച്ചനാട്ടുകരയിലെ UDF പ്രവർത്തകരും അതിയായ ആവേശത്തിലാണ്. അദ്ദേഹത്തിന് വലിയ സ്വീകരണമൊരുക്കുമെന്ന് കോൺഗ്രസ് തച്ചനാട്ടുകര മണ്ഡലം പ്രസിഡന്റ് P. കൃഷ്ണദാസ് പറഞ്ഞു. പാർട്ടി ഗ്രാമങ്ങളുള്ള ഒരു നിയോജക മണ്ഡലത്തിൽ എല്ലാ എതിർപ്പുകളെയും മറികടന്നുകൊണ്ട് അഭിമാനകരമായ വിജയം നേടിയ സന്ദീപ് വാര്യർ ഞങ്ങളെ ഈ നാടിൻ്റെ അഭിമാനമാണ്. കഴിഞ്ഞ 1 വർഷക്കാലം കൊണ്ട് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെയൊക്കെ മനം കവരുന്ന രീതിയിലുള്ള വലിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഈ നാട്ടിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ UDF-ൻ്റെ ഏറ്റവും വലിയ ഒരു പോരാളിയാണ് സന്ദീപ് വാര്യർ. അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്വീകരണം നൽകുന്നതിന് വേണ്ടി ആലോചിക്കുന്നതിനാണ് ഞങ്ങളിവിടെ എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട്. കേരളത്തിൽ ഒട്ടാകെയുണ്ടായ മാറ്റത്തിൽ സന്ദീപ് വാര്യരുടെ പേരുകൂടി രേഖപ്പെടുത്തും. 60 വർഷത്തെ ഇടതുകോട്ട പൊളിച്ച അദ്ദേഹം തച്ചനാട്ടുകരയിലെ ഓരോ UDF പ്രവർത്തകനും അഭിമാനമാണെന്ന് മുസ്ലിം ലീഗ് തച്ചനാട്ടുകര പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സയ്യിദ് മുഹമ്മദ് പറഞ്ഞു. CPM-ൻ്റെ കുത്തക മണ്ഡലമായ ഈ മണ്ഡലത്തിൽ തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ അഭിമാനകരമായ ഒരു വിജയമാണ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത്. അതിൽ മുസ്ലിം ലീഗിന് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ അതിയായി സന്തോഷിക്കുന്നു. ആ കാര്യം കൂടി ഇവിടെ രേഖപ്പെടുത്തുകയാണ്. എന്തായാലും ഈ കേരളം മുഴുവൻ വലിയൊരു തിരിച്ചുവരവ് നടത്തിയ ഈ സന്ദർഭത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അഭിമാനകരമായ ഒരു വിജയമാണ് സന്ദീപിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു. EK നായനാർ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തിയ മണ്ഡലത്തിൽ നിന്നും വിജയത്തിൽ കുറഞ്ഞതൊന്നും ഇടതുപക്ഷം പ്രതീക്ഷിച്ചിരുന്നില്ല. അവിടെയാണ് 4000 വോട്ടുകൾക്ക് മുകളിൽ ഭൂരിപക്ഷവുമായി സന്ദീപ് വാര്യർ വിജയക്കൊടി പാറിച്ചത്. തച്ചനാട്ടുകര ചെത്തല്ലൂർ സ്വദേശിയാണ് സന്ദീപ് വാര്യർ. അലനല്ലൂരിലെ സേവന രംഗത്ത് 80 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം.